പ്രിയപ്പെട്ട വിദ്യാർത്ഥികൾക്ക് പുതിയ ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. We are discussing the fifth chapter of plus 2 computerized accounting and the name is computerized accounting software, that is Gnu Khata എന്ന് പറയുന്ന പാഠമാണ് പഠിക്കുന്നത്. ഇത് നമ്മുടെ മൂന്നാമത്തെ ക്ലാസ് ആണ്. Gnu Khata എന്ന ചാപ്റ്ററിന്റെ മൂന്നാമത്തെയും അവസാനത്തെയും ക്ലാസ് ആണ് നിങ്ങൾ ഇപ്പോൾ കാണുന്നത്. And in today's session we will discuss voucher entry, that is journal entry, how to enter journal, that is journal entry in Gnu Khata. Gnu Khatagagത്ത് എങ്ങനെ journal entry നടത്താം എന്നാണ് നമ്മൾ പഠിക്കുന്നത്. ക്ലാസ്സിലേക്ക് പോകുന്നതിന് മുമ്പ് ഇതുവരെയായിട്ടും HSSTIMES എന്ന വിദ്യാഭ്യാസ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്ത് നോട്ടിഫിക്കേഷൻസ് ഓൾ എന്ന് സെറ്റ് ചെയ്യുക. അങ്ങനെയാണെങ്കിൽ പുതിയ ക്ലാസ്സുകൾ അപ്ഡേറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് നമ്മുടെ ക്ലാസ് ആരംഭിക്കാം. ഇത് നമ്മുടെ Gnu Khata എന്ന പാഠത്തിൻ്റെ മൂന്നാമത്തെയും അവസാനത്തെയും ക്ലാസ്സാണ്. വൗച്ചർ എൻട്രി ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. റെക്കോർഡിംഗ് ട്രാൻസാക്ഷൻസ് ത്രൂ വൗച്ചർ ഈസ് കോൾഡ് വൗച്ചർ എൻട്രി. റെക്കോർഡിംഗ് ട്രാൻസാക്ഷൻസ് ത്രൂ വൗച്ചർ ഈസ് കോൾഡ് വൗച്ചർ എൻട്രി. അതായത് നമ്മുടെ ജേർണൽ എൻട്രി തന്നെയാണ്. വൗച്ചർ എന്ന് പറയുന്ന ഒരു ബട്ടൺ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ട്രാൻസാക്ഷൻസിനെ എൻ്റർ ചെയ്യുന്ന പ്രോസസ്സിനെ വിളിക്കുന്ന പേരാണ് വൗച്ചർ എൻട്രി എന്ന്. ദ വൗച്ചർ എൻട്രീസ് ആർ മെയ്ഡ് ഓൺ ദ ബേസിസ് ഓഫ് കൺസേൺഡ് സോഴ്സ് ഡോക്യുമെൻറ്റ്. വൗച്ചർ എൻട്രി നടത്തുന്ന സമയത്ത് നമ്മൾക്കറിയാം, ഫസ്റ്റ് ഇയർ അക്കൗണ്ടൻസിൽ തന്നെ പഠിച്ചതാണ്, ഏതൊരു ട്രാൻസാക്ഷൻസും എൻട്രി ചെയ്യണമെങ്കിൽ ജേർണൽ എൻട്രി നടത്തണമെങ്കിൽ നിർബന്ധമായിട്ടും അതിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു ഡോക്യുമെൻ്റ് ഉണ്ടായിരിക്കണം. അതായത് സോഴ്സ് ഡോക്യുമെൻറ്റുകളുടെ വെരിഫയബിലിറ്റി എന്ന് പറയുന്നൊരു പ്രിൻസിപ്പിൾ നമ്മൾ ഫോളോ ചെയ്യണം. അതായത് നമ്മൾ എൻ്റർ ചെയ്യുന്ന ട്രാൻസാക്ഷൻസിനെ സപ്പോർട്ട് ചെയ്യുന്ന ഡോക്യുമെൻറ്റ്സ് ഉണ്ടായിരിക്കണം എന്നതാണ് സെക്കൻഡ് സെൻറ്റൻസ് നിങ്ങളിവിടെ മനസ്സിലാക്കേണ്ടത്. ടു എൻ്റർ വൗച്ചർ, വൗച്ചർ എൻട്രി നടത്താൻ വേണ്ടിയിട്ടുള്ള സ്റ്റെപ്പുകൾ: ക്ലിക്ക് വൗച്ചർ, ഈ വൗച്ചർ ക്ലിക്ക് ചെയ്യുക, ആൻഡ് സെലക്ട് ദ വൗച്ചർ ആൻഡ് ഗിവ് ദ ജേർണൽ എൻട്രി. അപ്പോൾ നമുക്ക് നമ്മുടെ കമ്പനിയിലേക്ക് പോവാം. എന്താ നമ്മുടെ കമ്പനിയുടെ പേര്? കമ്പനിയുടെ പേരെന്തായിരുന്നു? എന്തായിരുന്നു? HSSTIMES. അപ്പോൾ HSSTIMESൻ്റെ യൂസർ നെയിം HSSTIMES, പാസ്വേഡ് ABC123. ലോഗിൻ ചെയ്യുക, ഡോൺ സേവ് കൊടുക്കുക. അപ്പോൾ ഞാൻ കഴിഞ്ഞ രണ്ടാമത്തെ ക്ലാസ്സിൽ ക്യാഷ്, സാലറി തുടങ്ങിയ അക്കൗണ്ടുകളൊക്കെ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഞാനിപ്പോൾ അതൊക്കെ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു. ഇപ്പോൾ ഒരു ഫ്രഷ് കമ്പനിയാണ്, ഒന്നും ചെയ്തിട്ടില്ല. ജസ്റ്റ് നമുക്ക് വേണമെങ്കിൽ ചെക്ക് ചെയ്യാം. റിപ്പോർട്ടിനകത്തേക്ക് പോയിട്ട് ലിസ്റ്റ് ഓഫ് അക്കൗണ്ട്സ് എടുക്കുക. ഇതിനകത്ത് ഡിഫോൾട്ട് ആയിട്ടുള്ള 4 അക്കൗണ്ടേ ഉള്ളൂ: ക്ലോസിംഗ് സ്റ്റോക്ക്, ഓപ്പണിംഗ് സ്റ്റോക്ക്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, സ്റ്റോക്ക് അറ്റ് ദ ബിഗിനിങ്. ഇത് 4 മാത്രമേ ഇവിടെ ഉള്ളൂ. അപ്പോൾ ഇവിടെ നോക്കുക, Gnu Khata ഓഫർ ദ ഫോളോയിങ് പ്രീ ഡിഫൈൻഡ് വൗച്ചർ ടൈംസ്. നമ്മളിനി ജേർണൽ എൻട്രിയാണ് പഠിക്കുന്നത്, വൗച്ചർ എൻട്രിയാണ് നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ ഹോം ബട്ടൺ പ്രസ് ചെയ്തു, വൗച്ചർ ക്ലിക്ക് ചെയ്തു. വൗച്ചർ ക്ലിക്ക് ചെയ്ത സമയത്ത് അവിടെ റെസിപ്റ്റ്, പേയ്മെൻറ്റ്, സെയിൽസ്, പെർച്ചേസ്, കോൺട്രാ, ജേർണൽ, സെയിൽസ് റിട്ടേൺ, പെർച്ചേസ് റിട്ടേൺ, ക്രെഡിറ്റ് നോട്ട്, ഡെബിറ്റ് നോട്ട്, ഇത്രയും ടൈപ്പ് വൗച്ചറുകൾ ഇത് ഓഫർ ചെയ്യുന്നുണ്ട്. ലാസ്റ്റ് ഉള്ളത് അത് എഡിറ്റ് ചെയ്യാനുള്ളൊരു ഓപ്ഷനാണ്. നമ്മൾ എൻ്റർ ചെയ്തിരിക്കുന്ന ഒരു വൗച്ചർ ഡിലീറ്റ് ചെയ്യണമെങ്കിലോ അല്ലെങ്കിൽ എഡിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ് ഈ ലാസ്റ്റ് കാണുന്ന ഫൈൻഡ് ഓർ എഡിറ്റ് വൗച്ചർ. അപ്പോൾ Gnu Khata ഓഫർ ദ ഫോളോയിങ് പ്രീ ഡിഫൈൻഡ് വൗച്ചർ ടൈപ്സ്. കൃത്യമായിട്ട് പഠിക്കുക. റെസിപ്റ്റ്, അതിൻ്റെ യൂസ് ഇവിടെ കാണാം. പേയ്മെൻറ്റ്, അതായത് എല്ലാ പേയ്മെൻറ്റ്സും റെക്കോർഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതേ സമയത്ത് തന്നെ എൻ്റെ ഷോർട്ട് കട്ട് കീ കൂടെ പഠിക്കുക. റെസിപ്റ്റിൻ്റെ ഷോർട്ട് കട്ട് കീ F4 ആണ്. നമ്മൾ ഈ വൗച്ചർ സെലക്ട് അല്ലെങ്കിൽ Gnu Khatagagത്ത് F4 എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് റെസിപ്റ്റ് ബട്ടൺ കിട്ടും, റെസിപ്റ്റ് വൗച്ചർ കിട്ടും. F5 പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പേയ്മെൻറ്റ് കിട്ടും. അതാണ് ഈ ഷോർട്ട് കട്ട് കീസ്. ഒരു 3-4 ഷോർട്ട് കട്ട് കീ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കുക. അപ്പോൾ ഏതൊക്കെയാണ്? റെസിപ്റ്റ്, പേയ്മെൻറ്റ്, സെയിൽസ്, പെർച്ചേസ്, കോൺട്രാ, ജേർണൽ, സെയിൽസ് റിട്ടേൺ, പെർച്ചേസ് റിട്ടേൺ, ക്രെഡിറ്റ് നോട്ട്, ഡെബിറ്റ് നോട്ട്. ഇത്രയും കാര്യങ്ങളാണ് ഇതിനകത്തുള്ള ഡിഫാൾട്ട് വൗച്ചർ ടൈപ്സ്. ഈ കാണുന്നത് വൗച്ചർ ക്ലിക്ക് ചെയ്ത സമയത്ത് റെസിപ്റ്റ്, പേയ്മെൻറ്റ്, സെയിൽസ്, പെർച്ചേസ്, കോൺട്രാ, ജേർണൽ, സെയിൽസ് റിട്ടേൺ, പെർച്ചേസ് റിട്ടേൺ, ക്രെഡിറ്റ് നോട്ട്, ഡെബിറ്റ് നോട്ട്. അത് പഠിച്ചു വെക്കുക. ഏതൊക്കെയാണ് വൗച്ചർ ടൈപ്സ് ഇൻ Gnu Khata നിങ്ങളൊന്ന് പഠിച്ചു വെക്കുക. അതിൻ്റെ യൂസ് കൂടെ ഈ സ്ക്രീൻ നോക്കിയിട്ട് അല്ലെങ്കിൽ നോട്ട് നോക്കിയിട്ട് കൃത്യമായിട്ട് വായിച്ച് മനസ്സിലാക്കുക. ഒരു എക്സാമ്പിൾ നോക്കാം. 2 ട്രാൻസാക്ഷൻസ് ആണുള്ളത്. സ്റ്റാർട്ടഡ് ബിസിനസ് വിത്ത് ക്യാഷ് 50,000, പെയ്ഡ് വേജസ് 1000. 2 ട്രാൻസാക്ഷൻസ് മാത്രം നമ്മളിപ്പോൾ എൻ്റർ ചെയ്യുന്നു. നമ്മൾ പ്രാക്ടിക്കൽ അല്ല ഡിസ്കസ് ചെയ്യുന്നത്, തിയറി എക്സാമിന് വേണ്ടിയിട്ടുള്ള കാര്യമാണ്. അപ്പോൾ വളരെ കുറച്ച് ലിമിറ്റ്, ഏറ്റവും 10 മിനിറ്റ് കൊണ്ട് ക്ലാസ് തീർക്കാം എന്നുള്ളൊരു ഉദ്ദേശത്തോട് കൂടിയിട്ട് വെറും 2 ട്രാൻസാക്ഷൻ മാത്രം ഞാൻ എൻ്റർ ചെയ്യാൻ വേണ്ടി പോവുകയാണ്. ഒന്നാമത്തത് സ്റ്റാർട്ടഡ് ബിസിനസ് വിത്ത് ക്യാഷ് 50,000. എന്താ ജേർണൽ എൻട്രി വരിക? ക്യാഷ് അക്കൗണ്ട് അറ്റഡ് ടു ക്യാപിറ്റൽ അക്കൗണ്ട്. അപ്പോൾ
ഈ ഒരു നമ്മൾ മനസ്സിലേക്ക് ആദ്യം ഒരു ഐഡിയ കൊണ്ടുവരും. ഇതിൻ്റെ എൻട്രി വരിക ക്യാഷ് അക്കൗണ്ട് അറ്റ് ടു ക്യാപിറ്റൽ അക്കൗണ്ടാണ്. അപ്പോൾ ക്യാഷ് എന്ന് പറയുന്ന ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യണം, ക്യാപിറ്റൽ എന്ന രണ്ടാമത്തെ അക്കൗണ്ടും ക്രിയേറ്റ് ചെയ്യണം. ക്ലിയർ? രണ്ടാമത്തെ ട്രാൻസാക്ഷൻ പെയ്ഡ് വേജസ്. രണ്ടാമത്തെ ട്രാൻസാക്ഷൻ പെയ്ഡ് വേജസ് 1000 rupees, 1000 രൂപ വേജസ് കൊടുത്തു. എൻട്രി വരിക വേജസ് അക്കൗണ്ട് അറ്റ് ടു ക്യാഷ് അക്കൗണ്ട്, വേജസ് അക്കൗണ്ട് അറ്റ് ടു ക്യാഷ് അക്കൗണ്ട്. അപ്പോൾ വേജസ് എന്ന് പറയുന്ന ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യണം. ക്യാഷ് വേണ്ട, കാരണം ഇവിടെ ഓൾറെഡി ക്യാഷ് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ഈ രണ്ട് ട്രാൻസാക്ഷൻസ് എൻ്റർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ 3 അക്കൗണ്ടുകൾ ക്രിയേറ്റ് ചെയ്യണം. ക്യാഷ് അക്കൗണ്ട്, ക്യാപിറ്റൽ അക്കൗണ്ട്, വേജസ് അക്കൗണ്ട്. നമുക്ക് ആദ്യം ക്യാഷ് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാം. ആദ്യം നമ്മൾ നേരത്തെ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു, ആദ്യം ലെഡ്ജർ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തിട്ട് മാത്രമേ നമുക്ക് ജേണൽ എൻട്രി നടത്താൻ പറ്റൂ എന്ന് ആദ്യം പഠിച്ചു കഴിഞ്ഞ കാര്യമാണ്. അപ്പം മാസ്റ്റർ ക്ലിക്ക് ചെയ്തിട്ട് ക്രിയേറ്റ് അക്കൗണ്ടിലേക്ക് പോയി. ആദ്യം എന്താ ക്രിയേറ്റ് ചെയ്യേണ്ടത്? എൻട്രിയിലെ ഫസ്റ്റ് ഐറ്റം ക്യാഷാണ്. നമ്മൾ ക്യാഷ് ക്രിയേറ്റ് ചെയ്യാണ്. അപ്പോൾ ക്യാഷ് ഏതിലാണ് വരിക? കറണ്ട് അസറ്റ്. ഇവിടെ സബ് ഗ്രൂപ്പ് ക്യാഷ്. അത് കഴിഞ്ഞിട്ട് നമ്മളിവിടെ ക്യാഷ് എന്ന് ടൈപ്പ് ചെയ്യുക. ക്യാഷ് എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ക്യാഷ് അക്കൗണ്ട് നെയിം ടൈപ്പ് ചെയ്യുക. സേവ് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അക്കൗണ്ട് ക്രിയേറ്റഡ് സക്സസ്ഫുള്ളി എന്ന് വന്നു. ഇനി രണ്ടാമത്തെ സെക്കൻഡ് ഐറ്റം ഏതാ? ക്യാപിറ്റലാണ്. രണ്ടാമത്തേത് ക്യാപിറ്റലാണ്. അപ്പോൾ ക്യാപിറ്റൽ ക്രിയേറ്റ് ചെയ്യാം. ഇവിടെ ക്ലിക്ക് ചെയ്തു, ഗ്രൂപ്പ് ക്ലിക്ക് ചെയ്തു. ഇതിനകത്ത് ഏത് ഗ്രൂപ്പിലാണ് ക്യാപിറ്റൽ വരിക? യെസ്, ഫസ്റ്റ് തന്നെയാണ് ക്യാപിറ്റൽ എന്ന ഗ്രൂപ്പിനകത്താണ്. സബ് ഗ്രൂപ്പ് നണ്ണാണ്. അക്കൗണ്ട് നെയിം കൊടുക്കുക, ക്യാപിറ്റൽ എന്ന് ടൈപ്പ് ചെയ്യുക. ക്യാപിറ്റൽ എന്ന് ടൈപ്പ് ചെയ്യുക. സേവ്. അപ്പോൾ അക്കൗണ്ട് ക്രിയേറ്റഡ് സക്സസ്ഫുള്ളി. അപ്പോൾ ഒന്നാമത്തെ ട്രാൻസാക്ഷൻ എൻ്റർ ചെയ്യേണ്ട 2 അക്കൗണ്ടും ക്രിയേറ്റ് ചെയ്തു. ക്യാഷും ക്രിയേറ്റ് ചെയ്തു, ക്യാപിറ്റലും ക്രിയേറ്റ് ചെയ്തു. ക്യാഷും ക്രിയേറ്റ് ചെയ്തു, ക്യാപിറ്റലും ക്രിയേറ്റ് ചെയ്തു. ഇനി നമുക്കിതിന് എൻട്രി നടത്താം, ജേണൽ എൻട്രി നടത്താം. അതിന് വേണ്ടിയിട്ട് വൗച്ചർ ക്ലിക്ക് ചെയ്തു. ഈ ക്യാഷ് അക്കൗണ്ട് അറ്റ് ടു ക്യാപിറ്റൽ അക്കൗണ്ട്, സ്റ്റാർട്ടഡ് ബിസിനസ് വിത്ത് ക്യാഷ്, ഇതിലേതിലാണ് വരിക? ഏത് വൗച്ചർ ടൈപ്പിലാണ് അത് വരിക? റെസിപ്റ്റ് ആണോ, പേയ്മെൻ്റ് ആണോ, സെയിൽസ് ആണോ, പെർച്ചേസ് ആണോ, കോൺട്രി ആണോ, ജേണൽ ആണോ? ഇതിലേതിലാണ് വരിക? എന്നാലോചിച്ച് നോക്കി. യെസ്, ബിസിനസ്സിനകത്തേക്ക് ക്യാഷ് വരുന്നു. സ്റ്റാർട്ടഡ് ബിസിനസ് വിത്ത് ക്യാഷ്. ക്യാഷ് കംസ് ഇൻ ടു ദ ബിസിനസ്. സോ ഇറ്റ് ഈസ് എ റെസിപ്റ്റ്. ഇതെന്താണ്? റെസിപ്റ്റാണ്. നമ്മുടെ ബിസിനസ്സിനകത്തേക്ക് പണം വരുന്നത് കൊണ്ട് സ്റ്റാർട്ടഡ് ബിസിനസ് വിത്ത് ക്യാഷ് എന്ന് പറയുന്നത് റെസിപ്റ്റാണ്. അപ്പോൾ നമ്മൾ എന്താണ് ക്ലിക്ക് ചെയ്യേണ്ടത്? റെസിപ്റ്റ് എന്ന വൗച്ചർ ക്ലിക്ക് ചെയ്യുക. റെസിപ്റ്റ് എന്ന വൗച്ചർ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ഇതാണ് ജേണൽ എൻട്രി നടത്താനുള്ള സ്ക്രീൻ. ഇത് വൗച്ചർ എൻട്രിക്കുള്ള സ്ക്രീൻ. അപ്പോൾ ഇവിടെ ഒരു വൗച്ചർ നമ്പർ എന്ന ഫസ്റ്റ് ഒരു കോളം കാണാൻ വേണ്ടി പറ്റും. ഇവിടെ സ്റ്റാറും കാണാം. ഇത് കമ്പൽസറിയാണ്. നമ്മൾ നിർബന്ധമായിട്ടും വൗച്ചർ നമ്പർ, അതൊരു നമ്പർ, അത് നമ്മൾ വൗച്ചറിന് ബിൽ നമ്പർ കൃത്യമായിട്ട് കൊടുക്കണം. തൽക്കാലം ഞാൻ 1 എന്ന് കൊടുക്കുന്നു, 1 എന്ന് കൊടുക്കുന്നു. അത് കഴിഞ്ഞിട്ട് ഇവിടെ ഉള്ളത് ഡേറ്റാണ്. ഡേറ്റ് ഓഫ് ട്രാൻസാക്ഷൻ 1/4/2020 നടന്നതെന്ന് വിചാരിക്കുക. അപ്പോൾ ഡേറ്റ് അത് തന്നെയാണ്. ഡേറ്റും കമ്പൽസറിയാണ്. ഇനി ഇതാണ് ജേണൽ എൻട്രി നടത്താനുള്ള സ്ക്രീൻ. എന്താ ജേണൽ എൻട്രി? ക്യാഷ് അക്കൗണ്ട് അറ്റ് ടു ക്യാപിറ്റൽ അക്കൗണ്ട്. അപ്പോൾ ഇവിടെ നമുക്കൊരു ഈ സിസ്റ്റം തന്നെ ഇങ്ങോട്ടേക്കൊരു സജഷൻ പറഞ്ഞിട്ടുണ്ട്. കാരണം നമ്മളിങ്ങനെ ക്രിയേറ്റ് ചെയ്തത് കൊണ്ട് തന്നെ ഇതാണോ എന്ന് ചോദിച്ചിട്ടുണ്ട്. ക്യാഷ് അക്കൗണ്ട് അറ്റ് ടു ക്യാപിറ്റൽ അക്കൗണ്ട് ആണോ എന്ന് നമ്മളോട് ചോദിക്കുകയാണ്. കാരണം നമ്മൾ റെസിപ്റ്റ് ക്ലിക്ക് ചെയ്തൊക്കെയാണ്. അപ്പോൾ ഇവിടെ ക്യാഷ് ഇവിടെ സെലക്ട് ചെയ്യാം. ഡെബിറ്റ് ആസ്പെക്റ്റ് ക്യാഷ്, ക്രെഡിറ്റ് ആസ്പെക്റ്റ് ക്യാപിറ്റൽ. അത് തന്നെയാണ്. കാരണം നമുക്ക് തന്നിരിക്കുന്ന നമുക്കൊരു ക്ലൂ തന്നു, ജിനു ഖാത്ത ഇതാണോ? കാരണം നമ്മളൊരു ഫീച്ചറായിട്ട് പഠിച്ചിട്ടുണ്ട്. ജിനു ഖാത്ത ഡബിൾ എൻട്രി പ്രിൻസിപ്പിളിൻ്റെ ബേസിലാണ് വർക്ക് ചെയ്യുന്നതൊക്കെ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ബേസിൽ നമുക്കൊരു ഹിൻഡ് ഇങ്ങോട്ട് തന്നിരിക്കുകയാണ്. അപ്പോൾ അത് തന്നെയാണ്. നമ്മളിവിടെ ജസ്റ്റ് എമൗണ്ട്, ഡെബിറ്റ് എമൗണ്ട് മാത്രം ടൈപ്പ് ചെയ്യുക. ഡെബിറ്റ് എമൗണ്ട് 50,000, സ്റ്റാർട്ടഡ് ബിസിനസ് വിത്ത് ക്യാഷ്, ക്യാഷ് അക്കൗണ്ട് അറ്റർ 50,000 ടു ക്യാപിറ്റൽ എന്ന് പറഞ്ഞിട്ട് ഇവിടെ എന്ത് കൊടുക്കുക? 50,000 എന്ന് എൻ്റർ ചെയ്യുക. 50,000 എന്ന് എൻ്റർ ചെയ്തിട്ട് പുറത്തൊന്ന് ക്ലിക്ക് ചെയ്യണേ. അപ്പോൾ എൻട്രി വന്നു ക്യാഷ് അക്കൗണ്ട് അറ്റ് ടു ക്യാപിറ്റൽ അക്കൗണ്ട്. അത് കഴിഞ്ഞിട്ട് ഇവിടെ സേവ് ബട്ടൺ. ഇതിൻ്റെ സപ്പോർട്ടിംഗ് ഡോക്യുമെൻറ്റ് വേണമെങ്കിൽ അറ്റാച്ച് ചെയ്യാം. JPG അല്ലെങ്കിൽ നമ്മുടെ ഇമേജ് ഫോർമാറ്റിൽ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അതിവിടെ അറ്റാച്ച് ചെയ്ത് കൊടുക്കാനും വേണ്ടി പറ്റും. അതൊന്നും നമുക്ക് പഠിക്കാനില്ല. ജസ്റ്റ് സേവ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ വൗച്ചർ സേവ്ഡ് എന്നുള്ളൊരു മെസ്സേജ് വേണം. ഇനി ഹോം ബട്ടണിലേക്ക് ഞാൻ പോയി. ഇപ്പോൾ നോർമൽ സ്ക്രീനിലേക്ക് എത്തി. ഇനി രണ്ടാമത്തെ ട്രാൻസാക്ഷൻ ഏതാ? പെയ്ഡ് വേജസ് 1000. ഇത് എൻ്റർ ചെയ്യാൻ വേണ്ടിയിട്ട് 2 അക്കൗണ്ടുകളാണ് ആവശ്യമായിട്ടുള്ളത്. വേജസ് അക്കൗണ്ടും ക്യാഷ് അക്കൗണ്ടും. ക്യാഷ് ഇവിടെ ഓൾറെഡി ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി അത് അഗൈൻ അത് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പം ഒരു അക്കൗണ്ടാണ് ഇവിടെ ആവശ്യമായിട്ടുള്ളത്, വേജസ് ആണ്. അപ്പോൾ നമുക്ക് വേജസ് ക്രിയേറ്റ് ചെയ്യാം. മാസ്റ്റർ ക്രിയേറ്റ് അക്കൗണ്ട്, ഗ്രൂപ്പ് സെലക്ട് ചെയ്യുക. വേജസ് ഏതിലാണ് വരിക? വേജസ് ഡയറക്റ്റ് എക്സ്പെൻസ് ആണ്. ഇതൊക്കെ ഫസ്റ്റിൽ അക്കൗണ്ടൻസിൽ പഠിച്ച കാര്യമാണ്. 1ാമത്തെയും 2ാമത്തെ ചാപ്റ്ററിലൊക്കെ പഠിച്ചതാണ്. 2ാമത്തല്ല 1ാമത്തെ 3ാമത്തേലൊക്കെ പഠിച്ച കാര്യമാണ്.
അപ്പോൾ ഡയറക്റ്റ് എക്സ്പെൻസ് സബ് ഗ്രൂപ്പില്ല. അക്കൗണ്ട് നെയിം വേജസ് എന്ന് ടൈപ്പ് ചെയ്തിട്ട് സേവ് ബട്ടൺ ക്ലിക്ക് ചെയ്തു. അപ്പോൾ ഇവിടെ അക്കൗണ്ട് ക്രിയേറ്റഡ് സക്സസ്ഫുള്ളി എന്നൊരു മെസ്സേജ് നിങ്ങളുടെ മുമ്പിലേക്ക് വരും. അക്കൗണ്ട് ക്രിയേറ്റഡ് സക്സസ്ഫുള്ളി എന്നുള്ളൊരു മെസ്സേജ് വന്നു. ഇനി നമുക്കതിനെ ജേണൽ എൻട്രി നടത്താം. വൗച്ചർ ക്ലിക്ക് ചെയ്യാം. പെയ്ഡ് വേജസ് റെസിപ്റ്റ് ആണോ, പേയ്മെൻ്റ് ആണോ, സെയിൽസ് ആണോ, പർച്ചേസ് ആണോ, ഏതാണ്? പേയ്മെൻ്റ് ആണ്, നോ ഡൗട്ട് പേയ്മെൻ്റ് ആണ് പെയ്ഡ് വേജസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ വൗച്ചർ നമ്പർ അത് നേരത്തെ ഒന്ന് ഡിഫോൾട്ടായിട്ട് വന്നതാണ്, അത് മാറ്റിയിട്ട് 2 എന്നാക്കുക. നമ്മുടെ കയ്യിലുള്ള വൗച്ചർ നമ്പർ കൊടുക്കുക. ഡേറ്റ് മാറ്റി കൊടുക്കുക. 1 ആണെങ്കിൽ 2/4/2020 എന്ന് കൊടുക്കുക. ഇനിയിപ്പോൾ ഇവിടെ ഇതാണ് ജേണൽ എൻട്രിക്കുള്ള സ്പേസ്. ഇവിടെ ഒരു ക്ലൂ തന്നിട്ടുണ്ട്, ക്യാപിറ്റൽ അക്കൗണ്ട് അറ്റഡ് ടു ക്യാഷ് എന്നൊക്കെ തന്നിട്ടുണ്ട്. അത് തെറ്റാണ്. അപ്പോൾ നമ്മൾ മാറ്റി എൻ്റർ ചെയ്യണം. എന്താ എൻട്രി വരുന്നത്? വേജസ് അക്കൗണ്ട് അറ്റഡ് ടു ക്യാഷ് ആണ്. അപ്പോൾ ഡെബിറ്റിൻ്റെ താഴെയുള്ള ഈ ആരോ ക്ലിക്ക് ചെയ്തിട്ട് വേജസ് സെലക്ട് ചെയ്യാം. ഡെബിറ്റ് എമൗണ്ട് ഇവിടെയാണ്, അതൊന്ന് സെലക്ട് ചെയ്തിട്ട് എന്ത് ചെയ്യുക? 5,000 എന്ന് എൻ്റർ ചെയ്യുക. എൻ്റർ കീ പ്രസ് ചെയ്യുക. വേജസ് അക്കൗണ്ട് അറ്റഡ് ടു ക്യാഷ് അക്കൗണ്ട് തന്നെയാണ് എൻട്രി വരുന്നത്. വേജസ് അക്കൗണ്ട് അറ്റഡ് ടു ക്യാഷ് അക്കൗണ്ട്. അപ്പോൾ ക്രെഡിറ്റിൽ ഓട്ടോമാറ്റിക്കലി എമൗണ്ട് ഇവിടെ വന്നിട്ടുണ്ട്, 5,000 എന്ന് വന്നിട്ടുണ്ട്. അത് കഴിഞ്ഞതിന് ശേഷം സേവ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ വൗച്ചർ സേവ്ഡ് എന്നുള്ളൊരു മെസ്സേജ് കാണാൻ വേണ്ടി പറ്റും. അപ്പോൾ ഈ 2 ട്രാൻസാക്ഷൻസും നമ്മൾ എൻ്റർ ചെയ്ത് കഴിഞ്ഞു. ഇങ്ങനെയാണ് ജിനു ഖാത്തക്കകത്ത് ട്രാൻസാക്ഷൻസ് എൻ്റർ ചെയ്യേണ്ടത്. ഇനി നമുക്ക് ഒരു വൗച്ചർ എഡിറ്റ് ചെയ്യണമെന്ന് വിചാരിച്ചു. To make changes in a voucher entry that we have already entered, find or edit option is available in Gnu Khata. Gnu Khata'കത്ത് എന്താണ്? ഒരു ഓൾറെഡി എൻ്റർ ചെയ്തിരിക്കുന്ന ഒരു വൗച്ചർ, ഒരു ജേണൽ എൻട്രി എഡിറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ഫൈൻഡ് ഓർ എഡിറ്റ് വൗച്ചർ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ വൗച്ചറിനകത്തേക്ക് പോയിട്ട്, അപ്പോൾ ജസ്റ്റ് മനസ്സിലാക്കുക, വൗച്ചറിനകത്തേക്ക് പോവുക, ഫൈൻഡ് ഓർ എഡിറ്റ് വൗച്ചർ എടുക്കുക. അപ്പോൾ നമുക്കിത് സെലക്ട് ചെയ്യണം. ഏത് വൗച്ചറാണോ ഡിലീറ്റ് ചെയ്യേണ്ടത് എന്ന് നമ്മൾ കണ്ടുപിടിക്കണം. അപ്പോൾ അത് നമ്മൾ സെർച്ച് ചെയ്ത് കണ്ടുപിടിക്കണം. പലതരത്തിൽ സെർച്ച് ചെയ്യാം. ഒന്നുകിൽ വൗച്ചർ നമ്പർ അറിയാമെങ്കിൽ നമ്പർ വെച്ച് സെർച്ച് ചെയ്യാം. ഇനി വൗച്ചർ ടൈപ്പ് റെസിപ്റ്റ് പേയ്മെൻറ്റ് എന്ന് അറിയാമെങ്കിൽ അത് വെച്ച് സെർച്ച് ചെയ്യാം. അല്ലെങ്കിൽ എമൗണ്ട് 5,000 50,000 എന്നുള്ള എമൗണ്ട് അറിയാമെങ്കിൽ എമൗണ്ട് വെച്ച് സെർച്ച് ചെയ്യാം. ടൈം ഇൻ്റർവെൽ വെച്ചിട്ടാണെങ്കിൽ അത് വെച്ച് സെർച്ച് ചെയ്യാം. നറേഷൻ കൊടുത്തിട്ടുണ്ടെങ്കിൽ നറേഷൻ വെച്ചിട്ട് നമുക്ക് സെർച്ച് ചെയ്യാം. അപ്പോൾ നേരത്തെ പറയാൻ മറന്നുപോയി, ജേണൽ എൻട്രിയുടെ താഴെ നറേഷൻ എഴുതാനുള്ള സ്പേസ് ഒക്കെ ഉണ്ട്, അതൊക്കെ എഴുതി കൊടുക്കേണ്ട ആവശ്യമുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ വൗച്ചർ നമ്പർ വെച്ച് സെലക്ട് ചെയ്തു. വൗച്ചർ നമ്പർ 1 എന്ന് കൊടുത്തു. സെർച്ച് ഓക്കെ, അപ്പോൾ വന്നിട്ടുണ്ട്. ഇവിടെ കാണാൻ വേണ്ടി പറ്റും. ഇനി ഇത് എഡിറ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ ഇതിൻ്റെ മുകളിൽ വെച്ചിട്ട് ഡബിൾ ക്ലിക്ക് ചെയ്യണം. അതിനുശേഷം അഗെയിൻ ഇവിടെ എഡിറ്റ് ക്ലിക്ക് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ 5,000 അല്ല, സപ്പോസ് ഇറ്റ് ഇസ് 5 lakh, 5 ലക്ഷം ആണെങ്കിൽ ഇവിടെ 5 ലക്ഷം എന്ന് മാറ്റുക. അതിനുശേഷം സേവ് ബട്ടൺ പ്രസ് ചെയ്യുക. അപ്പോൾ വൗച്ചർ എഡിറ്റഡ് സക്സസ്ഫുള്ളി. അപ്പോൾ ഈ രീതിയിലാണ് വൗച്ചർ എഡിറ്റ് ചെയ്യേണ്ടത്. ഇനി നമുക്ക് ഹോമിലേക്ക് പോയി, ഇനി വൗച്ചർ ഡിലീറ്റ് ചെയ്യണമെന്ന് വിചാരിച്ചു. ഫൈൻഡിങ് ഓർ എഡിറ്റിംഗ്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഫൈൻഡ് ഓർ എഡിറ്റ് വൗച്ചർ ഇപ്പോൾ പറഞ്ഞ കാര്യം. ഇനി നമുക്ക് ഡിലീറ്റ് ചെയ്യണമെന്ന് വിചാരിച്ചു. വൗച്ചർ ഡിലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും അതേ സ്റ്റെപ്പ് തന്നെയാണ്. വൗച്ചറിൽ ക്ലിക്ക് ചെയ്തിട്ട് ഫൈൻഡ് ഓർ എഡിറ്റ് വൗച്ചർ ക്ലിക്ക് ചെയ്യുക. സെലക്ട് ദ ട്രാൻസാക്ഷൻ, പ്രസ് എൻ്റർ കീ ആൻഡ് പ്രസ് ഡിലീറ്റ് കീ. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാനൊരിപ്പോൾ എന്താണ് പെയ്ഡ് വേജസ് ഡിലീറ്റ് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. അതിന് വേണ്ടിയിട്ട് വൗച്ചറിലേക്ക് പോവുക. ഫൈൻഡ് ഓർ എഡിറ്റ് വൗച്ചർ എടുക്കുക. ക്രൈറ്റീരിയ വൗച്ചർ നമ്പർ വെച്ചിട്ട് സെലക്ട് ചെയ്യാം. വൗച്ചർ നമ്പർ 2 ആണ് നമ്മൾ നേരത്തെ കൊടുത്തത്. വേജസിന് 2 സെർച്ച് ചെയ്തു. 2 കിട്ടി. വേജസ് അക്കൗണ്ട് അറ്റഡ് ടു ക്യാഷ് 5,000 എന്നുള്ള എൻട്രി വന്നു. അതിൻ്റെ മുകളിൽ ഡബിൾ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഡിലീറ്റ് കൊടുക്കുക. എസ് കൊടുക്കുക. അപ്പോൾ ആ വൗച്ചർ അവിടെ എന്ത് ചെയ്യപ്പെട്ടു? ഡിലീറ്റ് ചെയ്യപ്പെട്ടു. അപ്പോൾ ഈ രീതിയിലാണ് എന്ത് ചെയ്യേണ്ടത്? വൗച്ചറിനെ നമ്മൾ ഡിലീറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇവിടെ നിങ്ങൾ മനസ്സിലാക്കാനുള്ളത്. ഇതിനകത്ത് മനസ്സിലാക്കാനുള്ളത്. ഇനി നമുക്ക് പഠിക്കാനില്ല, റിപ്പോർട്ട് പ്രിപ്പറേഷനാണ്. ഇപ്പോൾ നമുക്ക് ഫസ്റ്റ് ലെഡ്ജർ ക്രിയേഷൻ, ദെൻ ജേണൽ എൻട്രി, അത് കഴിഞ്ഞിട്ട് റിപ്പോർട്ട് ജനറേറ്റ് ചെയ്യണം. റിപ്പോർട്ട് പ്രിപ്പയർ ചെയ്യുന്നത് ആരാ? കമ്പ്യൂട്ടറാണ്, അല്ലാതെ നമ്മളല്ല. മാനുവൽ അക്കൗണ്ടിങ്ങിനകത്ത് ട്രേഡിംഗ് അക്കൗണ്ടും P&L അക്കൗണ്ടും ബാലൻസ് ഷീറ്റൊക്കെ നമ്മളാണ് പ്രിപ്പയർ ചെയ്യുന്നത്. പക്ഷേ ഇവിടെ കമ്പ്യൂട്ടറാണ് പ്രിപ്പയർ ചെയ്യുന്നത്, സോഫ്റ്റ്വെയർ ആണ് ചെയ്യുന്നത്. അപ്പോൾ ഇത്രേ പണിയുള്ളൂ. ഇപ്പോൾ നമുക്ക് ഈ കമ്പനിയുടെ ബാലൻസ് ഷീറ്റ് കാണുമെന്ന് വിചാരിച്ചു. അതിന് വേണ്ടിയിട്ട് ക്ലിക്ക് റിപ്പോർട്ട് ആൻഡ് സെലക്ട് ബാലൻസ് ഷീറ്റ്. പീരിയഡ് സെലക്ട് ചെയ്യുക, അത് ടൈപ്പ് സെലക്ട് ചെയ്യുക. കൺവെൻഷനൽ ഉണ്ട്, സോഴ്സ് അപ്ലിക്കേഷൻ ഉണ്ട്. കൺവെൻഷനിൽ സെലക്ട് ചെയ്യുക, വ്യൂ കൊടുക്കുക. അപ്പോൾ ഇതാണ് ഇപ്പോൾ അതിനകത്തൊറ്റ ട്രാൻസാക്ഷനേ ഉള്ളൂ. അപ്പോൾ അത് വെച്ചിട്ട് എന്താണ് ഇവിടെ നമ്മുടെ ബാലൻസ് ഷീറ്റ് വിസിബിളായിട്ട് കാണാം. ഇനി നമുക്ക് ട്രേഡിംഗ് അക്കൗണ്ട് P&L അക്കൗണ്ട് ആണ്. റിപ്പോർട്ടിലേക്ക് പോവുക. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് സെലക്ട് ചെയ്യുക, വ്യൂ ചെയ്യുക. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് സെലക്ട് ചെയ്യുക. അവിടെ ഒന്നും ഐറ്റംസ് ഒന്നുമില്ല.
അപ്പോൾ ഈ രീതിയിലാണ് റിപ്പോർട്ട് വ്യൂ ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ. അപ്പോൾ റിപ്പോർട്ടിനകത്ത് എന്തൊക്കെ ഉണ്ടെന്ന് മനസ്സിലായിക്കോ. ഏതൊക്കെയാണ്? ലെഡ്ജർ അക്കൗണ്ട് വ്യൂ ചെയ്യാം, ട്രയൽ ബാലൻസ്, കോസ്റ്റ് സെൻറ്റർ സ്റ്റേറ്റ്മെൻറ്റ്, ക്യാഷ് ഫ്ലോ, GST സമ്മറി. ഇത് 5.0 ആയതുകൊണ്ടാണ് GST സമ്മറി വരുന്നത്. ബാലൻസ് ഷീറ്റ്, കൺസോളിഡേറ്റഡ് ഫൈനൽ അക്കൗണ്ട്, P&L അക്കൗണ്ട്, ലിസ്റ്റ് ഓഫ് അക്കൗണ്ട്സ്, ലിസ്റ്റ് ഓഫ് ഡിലീറ്റഡ് വോച്ചേഴ്സ്. ഈ രീതിയിൽ നമുക്ക് ഇത്രയും റിപ്പോർട്ടുകൾ കൂടെ ഇവിടെ അവൈലബിൾ ആണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഗ്നു ഖാത്തക്കകത്ത് ഫോക്കസ് ഏരിയയ്ക്ക് അകത്ത് പഠിക്കാനുള്ളത്. 3 ക്ലാസ്സുകൾ മാത്രം. ഒന്നാമത്തെ ക്ലാസ്സിൽ എങ്ങനെ കമ്പനി ക്രിയേറ്റ് ചെയ്യാം, രണ്ടാമത്തെ ക്ലാസ്സിനകത്ത് എങ്ങനെ ലെഡ്ജർ ക്രിയേറ്റ് ചെയ്യാം, മൂന്നാമത്തെ ക്ലാസ്സിനകത്ത് എങ്ങനെ വൗച്ചർ എൻട്രി നടത്താം. ഈ കാര്യങ്ങളാണ് പഠിച്ചത്. ബാക്കിയുള്ള ഡീറ്റെയിൽസൊക്കെ പ്രാക്ടിക്കലുമായിട്ട് ബന്ധപ്പെട്ട വീഡിയോസ് ആഡ് ചെയ്യുന്ന സമയത്ത് പറഞ്ഞു തരാം. ക്ലാസ് മനസ്സിലാവാത്ത കുട്ടികൾ 2-3 തവണ കൃത്യമായിട്ട് കാണുക. ക്ലാസ് അവസാനിപ്പിക്കുകയാണ്. താങ്ക് യു.